നമസ്കാരം. അപ്രതീക്ഷിതവും അതിശയിപ്പിക്കുന്നതുമാണ് മൂന്ന് മുന്നണികൾക്കും കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. ഇടതുപക്ഷത്തിനേറ്റ കനത്ത തിരിച്ചടി പോലെ തന്നെ മിന്നും പ്രകടനങ്ങളുടെ വിട്ടുമാറാത്ത അമ്പരപ്പിലാണ് UDF-ഉം NDA-യും. മൂന്നാം വട്ടവും അധികാരം എന്ന സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുക മാത്രമല്ല, ആനുകൂല്യങ്ങളിൽ അടിതെറ്റുന്നവരല്ല കേരള ജനത എന്ന് ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്നത് കൂടിയായി തദ്ദേശത്തിലെ ജനവിധി. തദ്ദേശത്തിൽ കരുത്തുകാട്ടുന്നവർ സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമെന്ന് 95 മുതൽ തുടരുന്ന കേരളത്തിലെ പാറ്റേണിൽ സ്വാഭാവികമായും UDF ഇനി പ്രതീക്ഷ വയ്ക്കും. കേരളത്തിലെ മൂന്നാം ബദലിന് പ്രസക്തി വന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ കരുത്തിലാണ് BJP. തദ്ദേശത്തിൽ തെളിഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിൽ മൂന്നാം ടേമിന് കച്ചമുറുക്കിയവരുടെ ഇടനെഞ്ച് കലങ്ങിയോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണെന്നായിരുന്നു. ഇതുപോലൊരു ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDF-ന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഇപ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെൻറ്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാന തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ ഒന്ന് ഞങ്ങളുടെ കഠിനാധ്വാനമാണ്, ഞങ്ങളുടെ കൂട്ടായ്മയാണ്. നല്ല സ്ഥാനാർത്ഥികളെ വാർഡ് തലങ്ങളിൽ തിരഞ്ഞെടുക്കാൻ കമ്മിറ്റികൾക്ക് അധികാരം നൽകി. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ജനങ്ങളുടെ വിവേചന ശക്തിയെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിശദീകരിച്ചു. അത് ജനങ്ങൾ മോവലക്കെടുത്തു. അതുകൂടി വിജയത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെയാണ്. കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഇഷ്ടംപോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട, അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ. BJP NDA-ക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. LDF ഭരിച്ച 10 കൊല്ലം ഭരിച്ച LDF-ന്റെ പരാജയമാണെന്ന്, അവരുടെ അഴിമതി, അവർ ശബരിമലയെ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും, അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ LDF-ഉം UDF-ഉം മാത്രമല്ല, ഒരു മൂന്നാം ബദലിനും ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. BJP-യെ മാറ്റി നിർത്തിക്കൊണ്ട് NDA അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ജനങ്ങൾ നൽകുന്നത്. എല്ലാ ഫലങ്ങളും വിജയിച്ചിടത്തും ഞങ്ങൾ ശരിയായ പരിശോധന നടത്തും. പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലും പരിശോധിക്കും, പരാജയപ്പെട്ട സ്ഥലങ്ങളിലും പരിശോധിക്കും. അതെല്ലാം ഞങ്ങളുടെ പാർട്ടി സ്ഥിരമായിട്ട്, ഞങ്ങളുടെ മുന്നണി സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റാണത്. പ്രത്യേകിച്ചും സേവന മേഖലയിൽ, വികസന മേഖലയിൽ ഈ ഗവൺമെൻറ് കാണിച്ച മുൻകൈയെപ്പറ്റി കേരളം കാണുന്നുണ്ട്. ജനങ്ങളിലെ സാധാരണക്കാരെയും പാവങ്ങളെയും ഈ സർക്കാർ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. പെൻഷൻ സ്കീമുകൾ, അതുപോലുള്ള എല്ലാ പദ്ധതികളും കാണാം. അതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള LDF-ന്റെ നയത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതെല്ലാം ചെയ്ത ഗവൺമെൻറ്റിനോട് എന്തുകൊണ്ട് ജനങ്ങൾ ഇപ്രകാരം പെരുമാറിയെന്ന് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഈ സംബന്ധിച്ച് വിശദമായ പരിശോധന എല്ലാ തരത്തിലും നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നാണ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പറയാനുള്ള കാര്യം. അത്തരത്തിലുള്ള തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് തിരിച്ചടികളെ അതിജീവിച്ച അനുഭവം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ജനവിധിയാണ് ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു വിധി ജനങ്ങളിൽ നിന്നുണ്ടായി എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ അതിഥികൾ CPI-ൽ നിന്ന് ശ്രീ A. റഹീം MP, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു P. നായർ, BJP-യിൽ നിന്ന് ശ്രീ PR ശിവശങ്കർ എന്നിവരാണ്. ശ്രീ A. റഹീം, UDF നിലം പരിശാകുമെന്നും BJP നിലം തൊടില്ല എന്നും ഒക്കെയുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി അഭിമുഖീകരിച്ചത്.
അവിടെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തിയിരുന്നു. പിന്നെ ഈ ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രി തന്നെ ചില നേരിട്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട നിലയിൽ വലിയ വിഷയമായി ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന ഇടതുമുന്നണിക്ക് ഏറ്റവും ഒരു കനത്ത ആഘാതമാണല്ലോ, പ്രഹരമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം. എവിടെയാണ്, ഏത് കണക്കുകൂട്ടലിലാണ് ഇടതുമുന്നണിക്ക് പിഴച്ചത്? എവിടെയാണ് ജനം ഇടതുമുന്നണിയെ തിരസ്കരിച്ചത്? ഇവിടെ കണ്ടത് പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരമാണ് എന്ന വിലയിരുത്തലിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ആ വിലയിരുത്തലിനോട് എനിക്ക് യോജിക്കാനാകില്ല. അത് ശരിയുമല്ല, വിലയിരുത്തൽ വസ്തുതാപരവുമല്ല. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരെയോ ഗവൺമെൻറ്റിനെതിരെയോ അങ്ങനെയുള്ള നരേഷൻ ഉണ്ടാക്കി വരുന്നത് ശരിയുമല്ല, അത് വസ്തുതാപരമല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് സൂചിപ്പിച്ചു, ഈ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ് കനത്ത തിരിച്ചടി എന്നെല്ലാമുള്ള പരാമർശങ്ങൾ വന്നു. തീർച്ചയായും ഈ നിമിഷം താങ്കൾ ക്ഷമിക്കണം, ചെറിയൊരു ഓഡിയോ പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചിട്ട് താങ്കളിലേക്ക് ഞാൻ വരാം. വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്, അതിലേക്ക് ഒന്ന് പോകാൻ തത്സമയം. വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും എല്ലാം അത് തിരിച്ചടിയാവും. കാരണം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് കേരളത്തിന്റെ ഒരു മനസ്സ് സെക്യുലർ മനസ്സാണ്. ഭൂരിപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത ആര് പറഞ്ഞാലും ഞങ്ങൾ അതിനെ ശക്തിയായി എതിർക്കും. ഞങ്ങളുടെ പൊസിഷനിങ്ങാണ് അത്. CPM നേതാക്കളുടെ മനസ്സിലിരിപ്പാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരുടെ മനസ്സിലിരിപ്പാണ്. അവരുടെ വീട്ടിൽ നിന്ന് പണം തന്നിട്ടാണ് ഈ ഔദാര്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നാണ് അവരുടെ ധാരണ. അവർ വീട്ടിൽ നിന്ന് കൊടുത്ത ഇവരുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ട് ആളുകൾ ചാപ്പാടടിച്ച് എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്തില്ല എന്നാണ് അവരുടെ പരാതി. മനസ്സിലായ? അപ്പൊ എത്ര രീതിയിലാണ്, എത്ര ഹീനമായ രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ കാര്യം, നമ്മൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നെടുത്ത് ഇവിടെ ക്ഷേമ പരിപാടികൾ, ആദ്യമായി ക്ഷേമ പരിപാടികൾ നടപ്പാക്കിയ ഗവൺമെന്റാണ് ഇത്. ആദ്യമായി പെൻഷൻ നടപ്പാക്കിയ ഗവൺമെന്റാണ് ഇത്. ആണോ? എന്നിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അവരുടെ ചായ മേടിച്ച് കുടിച്ചിട്ട് എന്തായി പറയണ CPMന്റെ പൈസ. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോഴത്തെ UDF എന്ന് പറയുന്നത് കുറെ രാഷ്ട്രീയ പാർട്ടികൾ കൂടിച്ചേരുന്ന ഒരു മുന്നണി മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ഭരണം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരും സംഘടനകളും സാമൂഹ്യ ഘടകങ്ങളും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി UDF വളർന്നു. ആരും കണ്ടില്ല, അല്ല കേട്ടോ, ആരും കണ്ടില്ല. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം രാവിലെ പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിരിക്കുന്നു. UDF ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി രൂപപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ശ്രീ A. റഹീം, താങ്കൾക്ക് തുടരാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടത് തോന്നുന്നു. ഇപ്പോൾ ശബ്ദ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അല്ല, അത് ആ ഭാഗങ്ങൾ കേട്ടു, പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പിൽ നിന്ന് ഞങ്ങൾ അതെ, അങ്ങയുടെ ചോദ്യം ഇത് ഭരണവിരുദ്ധ വികാരമാണോ എന്നതിലാണ് അങ്ങ് ചോദ്യം അവസാനിപ്പിച്ചത്. അതങ്ങനെയല്ല, അത് വസ്തുതാപരമായി ശരിയല്ല. മറ്റൊന്ന്, ഓരോ തിരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഞങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് അമിതമായി ആഹ്ലാദിക്കുകയോ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യേണ്ട സന്ദർഭങ്ങളല്ല. മറിച്ച് ഓരോന്നിൽ നിന്നും ഞങ്ങൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താൻ എന്താണ് പഠിക്കേണ്ടത്, എന്താണ് വിജയത്തിൽ നിന്നും പരാജയത്തിൽ നിന്നുമെല്ലാം തന്നെ ഞങ്ങൾ ഊർജ്ജം സ്വീകരിക്കുക. ഇതും അങ്ങനെ തന്നെയാണ്. ഈ നിമിഷം ഈ 24-ൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര പേർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു എന്നറിയില്ല, പക്ഷേ വോട്ട് ചെയ്തവരോടും ചെയ്യാത്തവരോടുമെല്ലാം ഒരു കാര്യം ഉറപ്പ് പറയാനുള്ളത്, പൊതുപ്രവർത്തകരായി നിങ്ങളുടെ സേവകരായി ഈ സമൂഹത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, CPIMൻ്റെ പ്രവർത്തകർ എപ്പോഴും ഉണ്ടാകും. ഇനിയുള്ള മണിക്കൂറുകളിലും ഉണ്ടാകും. അത് ഏത് ദുർഘട ഘട്ടത്തിലും ഉണ്ടാകും, എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളാണ് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുള്ളത്. ജനങ്ങൾ ഞങ്ങളെ ശാസിച്ചിട്ടുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ ഒരു ശാസനയായോ ശകാരമായോ കാണുന്നു. തീർച്ചയായും ആ ജനങ്ങളിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ച് ജനങ്ങളോട് കൂടുതൽ ഇടപെട്ട്
കൂടുതൽ എന്തെല്ലാം കാര്യങ്ങൾ തിരുത്തണമെങ്കിലും തിരുത്തി കൂടുതൽ ശക്തമായി തിരിച്ചു വരാനുള്ള ആത്മവിശ്വാസവും സംഘടനാശേഷിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്, CPIM-നുണ്ട്. ഞങ്ങളത് ശക്തമായി തിരിച്ചു വരികയും ചെയ്യും. ഇപ്പോൾ സാധാരണ നിലയിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമാണ് മുന്നണികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും പരാജയങ്ങൾ ഉണ്ടാകുന്നത്, വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ ആപേക്ഷികമായി സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അത്രയും ഭാഗം ശരി. പക്ഷേ ഇപ്പോൾ അല്പം മുൻപ് CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിൽ ആത്മപരിശോധന നടത്തേണ്ടത് പാർട്ടിക്ക് നടത്തണം, മുന്നണി നടത്തണം, സർക്കാർ നടത്തണം എന്നാണ്. ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിശകലനത്തിനുള്ള സമയമാണല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു, അപ്രതീക്ഷിതമായ തിരിച്ചടി ഇടതുമുന്നണിക്ക് സംഭവിച്ചിരിക്കുന്നു. അതും പ്രതീക്ഷിക്കാത്ത, അതായത് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി ഇടതുമുന്നണിയുടെ കോട്ടയായി നിന്ന കൊല്ലം കോർപ്പറേഷനിലൊക്കെ സംഭവിച്ചിരിക്കുന്ന തിരിച്ചടി, ഇടതുമുന്നണിയുടെ കോട്ടകൾ പലതും തകർന്നു വീഴുന്ന അനുഭവമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഒരു വലിയ ശക്തിയായി വളർന്നു വരുമ്പോൾ അവിടെ വോട്ട് നഷ്ടം എന്നത് CPM-ന് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് വളരെ കാര്യമായ രീതിയിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണല്ലോ. അതായത് രാഷ്ട്രീയ വിശകലനം ആവശ്യമായ സമയമാണ്. അവിടെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എവിടെയാണ് ഈ തിരുത്തൽ വേണ്ടത്? എവിടെയാണ് തെറ്റുപറ്റിയത്? അത് ഈ ഒരു നിമിഷത്തിൽ പറയേണ്ടതല്ല. പറയുന്നതെല്ലാം വളരെ ആധികാരികമായി പറയേണ്ടതാണല്ലോ ഇത്തരമൊരു ചർച്ചയിൽ, ഗൗരവ സ്വഭാവമുള്ളൊരു ചർച്ചയിൽ. തീർച്ചയായും അത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങൾ പരിശോധിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്, ചില സ്ഥലത്ത് പരാജയമുണ്ടായിട്ടുണ്ട്, ചില സ്ഥലത്ത് BJPക്ക് നേട്ടമുണ്ടായിട്ടുണ്ട്. ഇതിൽ മൂന്നാമത് പറഞ്ഞ BJPക്ക് നേട്ടമുണ്ടായ സ്ഥലങ്ങൾ പ്രത്യേകമായി പരിശോധിക്കും. അത് എന്തുകൊണ്ടാണ് മുന്നേറ്റമുണ്ടായവർക്ക്, എവിടെയാണ് ഞങ്ങൾക്കിവിടെ പിഴച്ചത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങളിവിടെ പരിശോധിക്കും. ഒരു ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിൽ CPIM-നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിക്കും അതിൽ പ്രത്യേകമായ രാഷ്ട്രീയ ബാധ്യതയുണ്ട്. ഞങ്ങളത് ചെയ്യും. പിന്നെ ഞങ്ങൾ ചോദിച്ചു എവിടെയാണ് തിരുത്തേണ്ടത്, ഗവൺമെൻറ്റാണോ? ഓരോ കാര്യങ്ങളും പറഞ്ഞല്ലോ. ഇതിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഈഗോയും കാണിക്കേണ്ട കാര്യമില്ല. ജനങ്ങളോട് ഈഗോ കാണിച്ചിട്ട് എന്താ കാര്യം? ജനവിധിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തുമെന്നുള്ളത് ആത്മാർത്ഥമായി പറഞ്ഞതാണ്. അത് ഞങ്ങളത് ചെയ്യും. അത് ചെയ്യുന്നത് ഞങ്ങളുടെ ഇന്നർ പാർട്ടിക്ക് തന്നെയായിരിക്കും. പാർട്ടി എന്നുള്ള നിലയിൽ തന്നെ പരിശോധിക്കും, ആഴമേറിയ പരിശോധന നടത്തും. അതിൽ പൊതുജനങ്ങളോട് പറയേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങളത് പറയുകയും ചെയ്യും. അങ്ങനെ വളരെ വളരെ സുതാര്യമായും വളരെ ആത്മാർത്ഥമായുമുള്ളൊരു പൊളിറ്റിക്കൽ പ്രോസസ്സ് വരും ദിവസങ്ങളിൽ നടക്കും. അത് വളരെ ഗൗരവമായി തന്നെ നടക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. തീർച്ചയായിട്ടും അതുണ്ടാകും. ശരി, അത് വളരെ കാര്യമാത്ര പ്രസക്തിയോടുകൂടി പരിശോധിച്ച് ഞങ്ങളത് ചെയ്യും. അതിനിടയിലാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ഓരോ ജനവിധിയെയും കാണുന്നത് അതിൻ്റെതായ ഗൗരവത്തോടു കൂടിയാണ്. വിജയമാണേലും ശരി, പരാജയമാണേലും ശരി. ഇനി വിജയവും പരാജയവുമല്ല, അതിനെല്ലാം അപ്പുറത്ത് ഞങ്ങൾ ജനങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ ആത്മാർത്ഥമായ രാഷ്ട്രീയ സമര സംഘടനാ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ അർത്ഥത്തിലും തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഒരു നിമിഷം പോലും ഞങ്ങളെ ഈ പരാജയം അക്കാര്യത്തിൽ തളർത്തില്ല എന്നാണ് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരോടും വോട്ട് ചെയ്യാത്തവരോടും എല്ലാവരോടും ഞങ്ങൾ ഒരേ തരത്തിൽ പറയുന്നതാണ്. പിന്നെ ഈ വിജയത്തിലേക്ക് ഈ കഠിനമായ രാഷ്ട്രീയ പരീക്ഷണത്തിൽ പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുണ്ട്, DYFIയുടെ പ്രവർത്തകരുണ്ട്. അങ്ങനെ മുഴുവൻ പേരോടും, ഞങ്ങളെ പിന്തുണച്ചവരുണ്ട്, ഞങ്ങളോട് ചേർന്ന് നിന്നവരുണ്ട്, ചേർത്ത് നിർത്തിയവരുണ്ട്, മുഴുവൻ പേരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്തവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രവർത്തകരോട് ഏറ്റവും അഗാധമായി, നിങ്ങൾ ആലോചിക്കേണ്ടത് വലിയ പണത്തിൻ്റെ തള്ളിച്ചയായിരുന്നു. BJP ഒരു വശത്ത് പണത്തിൻ്റെ തള്ളിച്ചയൊരുക്കുന്നു, കോൺഗ്രസ്. ഇതിനിടയിൽ ഞങ്ങളെടുത്തൊരു എഫേർട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം സ്വന്തം നിലയ്ക്ക് പണം കണ്ടെത്തിയും പണം സമാഹരിച്ചും അധ്വാനിച്ചും വിയർപ്പൊഴുക്കിയും ഒക്കെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒക്കെ വർക്ക് ചെയ്തത്. അപ്പോൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തുന്നത് വരെ അവരുടെ അടുത്തൊരു എഫർട്ടുണ്ട്, സ്വന്തം അധ്വാനം മാറ്റിവെച്ച് ചെയ്ത ആ പ്രവർത്തകരാണ്, അല്ലെങ്കിൽ ആ സഖാക്കളാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തി. അതിൽ ഒരാളുടെയും ആത്മവിശ്വാസം ഈ നിമിഷം ചോർന്നു പോകുന്നില്ല. ഞങ്ങൾക്ക് വർദ്ധിത വീര്യത്തോടു കൂടി പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അതായത് ഇടതുപക്ഷത്തോടൊപ്പം സ്ഥിരമായി നിന്നിരുന്ന ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന വിഭാഗത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ടോ, ഏതൊക്കെ പക്ഷമാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിഭാഗങ്ങളാണ് ഇത്തവണ ഇടതുപക്ഷത്തിൽ നിന്ന് മാറിപ്പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായ വിശകലനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്. ഞാൻ ശ്രീ രാജു പി നായർ, ഒന്നാമത്തെ കാര്യം, UDFന് ആത്മാർത്ഥമായി ആഹ്ലാദിക്കാനും ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനും കരുത്തു പകരുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം 2010 UDFനുണ്ടായിരുന്ന വിജയത്തെ മറികടക്കുന്ന ഒരു മഹാവിജയമാണ് ഇക്കുറി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള വിമർശനങ്ങളും പലതരത്തിലുള്ള വെല്ലുവിളികളും പലതരത്തിലുള്ള ആരോപണങ്ങളും
ആക്രമണങ്ങളും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട് എന്നത്. ഈ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ, അങ്ങനെ UDF-ന്റെ അടിത്തറ തകർന്നുവെന്നും UDF ഈ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാകും എന്നുമൊക്കെ ഉള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളെ പാടെ തെറ്റിച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ ഒരു അല്പം അതിര് കടന്ന് പറഞ്ഞാൽ UDF പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയം നിങ്ങൾക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നു. ഏതൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് UDF-ന് അനുകൂലമായി മാറിയത്? പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നേരിട്ട ഈ തെരഞ്ഞെടുപ്പിലെ പാഠങ്ങൾ എന്ന നിലയിൽ എന്തൊക്കെയാണ് UDF മനസ്സിലാക്കുന്നത്? ഗോപികൃഷ്ണൻ, ആദ്യമായിട്ട് ഞങ്ങൾ സമീപകാലത്തൊന്നും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ചെയ്യാത്ത മുന്നൊരുക്ക പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് വയനാട്ടിൽ ചേർന്ന ക്യാമ്പ് വെച്ച് മിഷൻ 2025 എന്നൊരു പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി. ഹൈക്കമാൻഡ് KC വേണുഗോപാലും ശ്രീ ദീപദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് കേരളത്തിൽ മുഴുവൻ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും സംഘടിതമായി നടപ്പാക്കുക എന്നുള്ള കാര്യം ഞങ്ങൾ തുടങ്ങും. ഞങ്ങൾ 100% പൂർണ്ണതയോടെ അത് ചെയ്തു എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. പക്ഷേ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ വോട്ടുകൾ ചേർത്ത്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ വാർഡ് കമ്മിറ്റികളില്ലാത്തടത്ത് വാർഡ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച്, അതുപോലെ തന്നെ നമ്മൾ ഭരണപക്ഷത്തുള്ളിടത്ത് വികസന രേഖയും പ്രതിപക്ഷത്തിരിക്കുന്നിടത്ത് കുറ്റപത്രവും ഉണ്ടാക്കി, മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടത്തി, പദയാത്രകൾ നടത്തി, അങ്ങനെ വലിയ രീതിയിലുള്ളൊരു സംഘടനാ പ്രവർത്തനം എല്ലാം ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ആദ്യമേ തന്നെ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കാര്യം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യർ ഇവർ പറയുന്ന കണക്കുകൾക്കെല്ലാം അപ്പുറം ജീവിത യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ്. ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലക്കയറ്റം 6 മാസമായിട്ട് തുടർന്നു പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് ആശുപത്രികളിൽ ചെന്നാൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അവസാനം വീടും എല്ലാം പണയം വെച്ച് ചില ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം ദുരിതം അനുഭവിക്കുന്ന ജനത ഇവിടെ ഉണ്ടായിരുന്നു. സർജറിക്ക് പോകണമെങ്കിൽ നൂലും പഞ്ഞിയും മേടിച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ഈ പിണറായി വിജയൻ്റെ സർക്കാരാണ്. താലൂക്ക് ആശുപത്രികൾ മുതൽ താഴേക്കുള്ളിടത്തെല്ലാം സ്തംഭനാവസ്ഥയിലായ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായ കാലമാണ് കഴിഞ്ഞുകൂടിപ്പോയത്. അതുകൂടാതെ കെട്ടിട നികുതി, ഭൂനികുതി, വെള്ളക്കരം, ഇലക്ട്രിസിറ്റി ചാർജ് മുതൽ പറയേണ്ട എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം, ഈവൻ ടാക്സി പെർമിറ്റിൻ്റെ ഫീ വരെ കൂട്ടുന്ന രീതിയിൽ എന്തെല്ലാം കൂടുതലായിട്ട് ജനത്തെ ദ്രോഹിക്കുന്ന രീതിയിൽ പണം പിഴിയാവോ അതെല്ലാം പിഴിഞ്ഞതാണ്. അതുകൂടാതെ CPM-ൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രചണ്ഡമായ പ്രചരണം ഇവിടെ നടത്തി. അവർ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ഇപ്പോൾ ശ്രീ റഹീം പറഞ്ഞല്ലോ, പണമില്ലായിരുന്നു, ഞങ്ങൾ പ്രവർത്തകർ, അതൊന്നും അല്ല വസ്തുത, നമുക്കറിയാലോ. 2 പ്രാവശ്യം അധികാരത്തിലില്ലാത്ത, കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്തൊരു പാർട്ടി അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അല്ല നടത്തിയത്. എന്നു മാത്രമല്ല, ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവർ പരമാവധി ചെയ്തു. എന്താ, അവർ എല്ലാ സ്ഥലങ്ങളിലും അവരവരുടെ സർക്കാരിൻ്റെ പണമെടുത്ത്, പഞ്ചായത്തുകളുടെ പണമെടുത്ത് അവർ വികസന രേഖ, വികസനത്തിനെ സംബന്ധിച്ചുണ്ടാക്കി, ഇല്ലാത്ത വികസനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഇവർ കൊട്ടിഘോഷിക്കുമ്പോഴും സാധാരണക്കാരായ മനുഷ്യർക്ക് ഏറ്റവും താഴെക്കിടയിൽ അവർക്ക് ലഭിക്കേണ്ട റോഡുകൾ ഉൾപ്പെടെ, വെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, വികസനം ഒന്നുമില്ലാതെ കഴിഞ്ഞു പോയതാണ് എന്നുള്ളത് മനസ്സിലായി. അരവയറുമായിട്ട് ഇത്രമാത്രം വലിയ ജനവിരുദ്ധ നയങ്ങൾ ജീവിക്കേണ്ട മനുഷ്യന് അഭിമാനിക്കാൻ ഒന്നു മാത്രമേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി 1,10,00,000 രൂപയുടെ കാറിൽ യാത്ര ചെയ്യും എന്നുള്ളത് അഭിമാനമായി കാണാൻ വേണ്ടി അതുമാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കി അതല്ല അഭിമാനം, മറിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന അവകാശങ്ങൾ, അത് ഞങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ മേടിച്ച് ജീവിക്കുന്നതാണ്, അന്തസ്സോടെ ജീവിക്കുന്നതാണ് അഭിമാനം എന്ന് അവർ തീരുമാനിച്ചു. ഇപ്പോൾ റഹീം ഇവിടെ വന്ന് വളരെ നല്ല രീതിയിൽ ഇന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷെ CPM-ൻ്റെ മനോഗതി അതല്ല എന്ന് MM മണി എന്ന് തെളിയിച്ചല്ലോ. ഈ 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന BJP-യുടെ നയം നടപ്പിലാക്കാൻ ശ്രമിച്ചതല്ലേ ബീഹാറിലൊക്കെ നടപ്പാക്കിയത്. അത് നടപ്പാക്കി കഴിഞ്ഞപ്പോൾ ജനത്തിന് ഇതിൻ്റെ കാപട്യം മനസ്സിലായി. അവർ അവരുടേതായ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന് റഹീം ഇവിടെ നിന്ന് വോട്ട് ചെയ്തവർ ഞങ്ങൾ സമര പോരാട്ടവും എല്ലാം പറയുന്നു. പക്ഷേ നന്ദികെട്ട ജനം എന്നല്ലേ MM മണി പറഞ്ഞത്? ഈ എല്ലാം മേടിച്ച് തിന്നിട്ട് നല്ല ഒന്നാന്തരമായിട്ട് ശാപ്പാടടിച്ചിട്ട് നന്ദി കെട്ടവർ അപ്പുറത്ത് പോയി കുത്തി എന്നല്ലേ പറഞ്ഞത്. CPM-ൻ്റെ സമീപനം ഇന്ന് ചർച്ചയിൽ പറയുന്നതല്ല, ഇതായിരുന്നു സമീപനം.
ഇതെല്ലാം ഔദാര്യമാണെന്നും ചങ്ങളെന്തോ ചെയ്താണെന്നൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. ആത്മാഭിമാനമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിച്ച 9.5 വർഷത്തെ ഭരണമായിരുന്നു. അതിൽ ആ ആത്മാഭിമാനമാണ് വലുത് എന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ അവർക്ക് കോൺഗ്രസിനെ പിന്തുണയ്ക്കുക, UDF പിന്തുണയ്ക്കുക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള എത്ര തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. CPM എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇവർ മനസ്സിലാക്കാൻ അറിയാം. തൃക്കാക്കരയിൽ ഇവർ പറഞ്ഞു തുടങ്ങിയാണ് SDP-യും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞു. പുതുപ്പള്ളി പോലും അത് പറഞ്ഞു. പാലക്കാട് 3ാമത്തെ റൗണ്ടിൽ BJP-യുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഞങ്ങൾ വിജയത്തിലേക്ക് പോകുമ്പോഴും പറഞ്ഞു SDP ജമാഅത്തെ ഇസ്ലാമി. നിലമ്പൂർ ഇത് പറഞ്ഞു. ഇവിടെ എല്ലാം പോയി പരാജയപ്പെടുകയാണ്. എന്നിട്ട് വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ വർഗീയത അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയതയെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവിടെ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശനെ ഉൾപ്പെടെ പൈലറ്റായിട്ട് നിലമ്പൂർ വിട്ടുകൊണ്ട് ഇസ്ലാം മതത്തിനെ ഭീകരവാദികളുടെ മതമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ നടത്തിയ ശ്രമങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ BJP-യോട് പോരാടാൻ CPM ഉള്ളൂ എന്ന് ഇവരുണ്ടാക്കിയ പ്രചരണത്തിൽ വിശ്വസിച്ചു പോയ കുറേ മനുഷ്യർ യാഥാർത്ഥ്യം ഇന്ന് RSSന്റെ പാദസേവകനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുടെ ലേബർ കോഡിലൂടെ, ADGP അജിത് കുമാറിന്റെ നിയമനത്തിലൂടെ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അതെല്ലാം ഇവിടെ RSSന്റെ പാദസേവ ചെയ്യുന്ന പിണറായി വിജയനായി മാറിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം മുഴുവൻ ഒരു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM പിന്തുണച്ച അവർ ഭൂരിപക്ഷവും ന്യൂനപക്ഷ സമുദായവും മതേതരമായി ചിന്തിക്കുന്നവർ ഇത്തവണ UDF മാറി ചിന്തിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഇവർ നടത്തിയിട്ടുള്ള അഴിമതിയും കൊള്ളയുമെല്ലാം ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ശബരിമലയിൽ ഇവരുടെ 2 ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചതിന് ജയിലിൽ കിടക്കുകയാണ്. ഇവരെത്രമാത്രം മൂടി വെക്കാൻ നടക്കുമോ? എന്നിട്ട് ആ ആളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാത്തവർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഈ പരാതി ഇല്ലാത്തപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കോൺഗ്രസിനെ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലേ? ഈ പത്മകുമാർ ജയിലിൽ കിടക്കുന്നതും മുകേഷ് ഇന്ന് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതും ഇപ്പോൾ PT കുഞ്ഞുമുഹമ്മദിനുള്ള എതിരെയുള്ള പരാതി മുക്കി വച്ചിരിക്കുന്നതും എല്ലാം ജനങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അപ്പം ഇവർ എന്താണോ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രചരണം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന രീതിയിലേക്ക് പോയി. പല സ്ഥലങ്ങളിലും BJP-യുടെ വിജയത്തിന് കാരണമായി ഈ CPM മാറി എന്നുള്ളതാണ്. അതവർ കുറേ കാലമായിട്ട് ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അവർ ധരിച്ചത് അവർക്ക് ഗുണമായി മാറുമെന്നാണ്. പക്ഷേ അല്ല, അത് നേരെ BJP-യിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. BJP-ക്ക് കേരളത്തിൽ മുഴുവൻ പല പഞ്ചായത്തുകളിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കി. തിരുവനന്തപുരത്ത് അവർ ജയിക്കുന്ന സാഹചര്യമുണ്ടാക്കി. അപ്പോൾ BJP-ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്ത ഒരു പാർട്ടിയായി CPM മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സ് ഓഫ് കാര്യങ്ങളാണ്. അതിൽ സത്യം പറഞ്ഞാൽ എന്തെല്ലാം പരാജയപ്പെടാനുള്ള ഘടകങ്ങളുണ്ടോ അതെല്ലാം കഴിഞ്ഞ ഏകദേശം 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണത്തിലെല്ലാം ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത രീതിയിലേക്ക് ഈ പൊയ്ക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവർ പ്രചരണം നടത്താൻ ശ്രമിച്ചപ്പോൾ യാഥാർത്ഥ്യബോധമുള്ള ജനങ്ങൾ വളരെ കൃത്യമായിട്ട് അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അതാണ് ശരി. ശ്രീ രാജു പി നായർ, ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് പോട്ടെ. അതിനിടയ്ക്ക് ഒരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ ഇനിയുള്ള 4 മാസം 5 മാസമുള്ള കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയണം. കാവൽ മുഖ്യമന്ത്രിയുടെ രീതിക്ക് മുന്നോട്ട് പോയാൽ ഇനിയും BJP-ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ സാധിക്കും. ശരി, ഞാനിതാ കണ്ണൂർ പാറാട് CPM ആക്രമണം എന്ന വാർത്ത വരുന്നു. വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി കാറും ബൈക്കും വെട്ടിപ്പൊളിച്ചു. മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത് എന്നാണ് മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് നൽകുന്ന വിവരം. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നാണ് അറിയുന്നത്. ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്ന് പറയുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ പാറാടാണ്. CPM-ന്റെ ആക്രമണം വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. കാറും ബൈക്കും ഒക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. മുഖംമൂടി ധരിച്ച അക്രമികൾ എത്തി വടിവാളുമായി ജനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. റഹീസ്, ഈ ഏതെങ്കിലും ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ വാർഡോ ഏതെങ്കിലും തോൽവിയുടെ പശ്ചാത്തലത്തിലാണോ ഈ ആക്രമണ സ്വഭാവത്തിൽ ഇവർ ഓടിയെത്തിയിരിക്കുന്നത്? വളരെ പ്രകോപിതരായി CPM പ്രവർത്തകർ വടിവാൾ വീശി ജനക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുത്തു എന്നൊക്കെയാണല്ലോ വിവരങ്ങൾ പുറത്തു വരുന്നത്. റഹീസ്, എന്താണ് സംഭവിച്ചത്?
തീർച്ചയായിട്ടും വളരെ പ്രകോപനപരമായിട്ടാണ് ഇവർ ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വരുന്നത്. അതായത് ഈ പാനൂർ പാറാട് ടൗണിന് സമീപമാണ് ഇത്തരത്തിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. അതായത് ഇവിടെ സമീപത്തൊരു പഞ്ചായത്ത് LDF ഭരിച്ചിരുന്നു. LDFിൽ കുന്നത്തുപറമ്പ് പഞ്ചായത്താണോ? കുന്നത്തുപറമ്പ് പഞ്ചായത്ത് LDFിൽ നിന്നും UDF പിടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തിയ ഈ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് CPM പ്രവർത്തകർ വരികയായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ പ്രകോപനം, ആ പ്രകോപനത്തിനെ തുടർന്ന് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു, പോലീസ് ഇടപെടുന്നു, ലാത്തി ചാർജ് ഉണ്ടാകുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരെയൊക്കെയും ഈ ഭാഗത്ത് നിന്ന് പോലീസ് പറഞ്ഞുവിട്ടതാണ്. അതിനുശേഷമാണ് ഈ CPM പ്രവർത്തകർ ഇവിടേക്ക് സംഘടിച്ചെത്തിയ ശേഷം അവർ ഇത്തരത്തിൽ വീട്ടിലേക്കൊക്കെ കടന്നു ചെന്ന് വടിവാൾ വീശുകയും വീട്ടിലുണ്ടായിരുന്ന ഭീഷണിപ്പെടുത്തുകയും അരിശം മൂത്ത് വാഹനങ്ങൾ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഒരു കാറും സ്കൂട്ടറുമാണ് ഇവർ തല്ലി തകർത്തത്. ഒപ്പം തന്നെ കല്ലേറുണ്ടായി. CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായി. ആ കല്ലേറിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ DCC പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. എന്താണ് സത്യത്തിൽ ഈ പാറാട് സംഭവിച്ചത്? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? പാറാടിൽ CPMന്റെ ഗുണ്ടകൾ, അറിയപ്പെടുന്ന ഗുണ്ടകളും അവിടെ അധ്യാപകരായിട്ടുള്ളവരുമൊക്കെയാണ് ഈ ഭീകരമായ ഈ മർദ്ദനം അവിടെ സൃഷ്ടിക്കുന്നത്. അത് വടിവാൾ, നമ്മൾ ദൃശ്യങ്ങൾ കാണുകയാണ്, വടിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ മർദ്ദനം അഴിച്ചുവിടുന്നത്. അതിനുശേഷം വീട്ടിൽ കയറി ആക്രമിക്കുന്നു, അവിടെ കിടക്കുന്ന കാറുകൾ തകർക്കുന്നു. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം. പാനൂരിൽ നിങ്ങൾക്കറിയാം, പാനൂരിൽ നേരത്തെ ബോംബും ഒക്കെ ആയിട്ടുള്ള കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ആ ഭാഗത്ത് ഇത്തരം സംഭവങ്ങളുണ്ടായിട്ട് ബോംബ് പൊട്ടി ആളുകൾ മരിച്ചു. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. കണ്ണൂർ പാറാടാണ് CPMന്റെ ആക്രമണം. അതിന്റെ വാർത്തകൾ വരുന്നു. വടിവാളുമായി UDF പ്രവർത്തകന്റെ വീട്ടിലെത്തി കാറും ബൈക്കും ഒക്കെ വെട്ടിപ്പൊളിച്ചു. മുഖംമൂടി ധരിച്ചാണ് അക്രമികൾ എത്തിയത്. ആ വിവരങ്ങളായിരുന്നു മുഹമ്മദ് റഹീസ് പങ്കുവച്ചത്. ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് പോകുന്നു. ശ്രീ PR ശിവശങ്കർ, വളരെ വലിയ ഒരു വിജയം, ഒരു ചരിത്ര വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് BJPക്ക് നേടാൻ കഴിഞ്ഞു. തൃപ്പൂണിത്തുറ, പാലക്കാട് നഗരസഭകളിൽ BJP 1-ാം സ്ഥാനത്തുണ്ട്. പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ, അതുപോലെ തന്നെ ലഭിച്ച വാർഡുകളുടെ കാര്യത്തിലൊക്കെ തന്നെ വലിയ വർധനവുണ്ടാക്കാൻ BJPക്ക് ഇക്കുറി, NDAക്ക് ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ആഹ്ലാദകരമായ ഒരു കാര്യമായിരിക്കും. സ്വാഭാവികമായും ഇതിൻ്റെ പ്രതികരണം എന്നോണം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ് കേരളത്തിലെ BJPയുടെ മുന്നേറ്റത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ്. ഈ എന്തൊക്കെ ഘടകങ്ങൾ BJPക്ക് അനുകൂലമായി മാറി എന്നാണ് കരുതുന്നത്? ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാകും എന്ന് BJP പറഞ്ഞിരുന്നു. പക്ഷേ BJPയുടെ കൈവശം ഉണ്ടായിരുന്ന പന്തളം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് BJP ഈ മുന്നേറ്റത്തെ വിലയിരുത്തുന്നത്? ഏതൊക്കെ ഘടകങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്? ഗോപീഷൻ, ഞാൻ ഈ ഗോപീഷിൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ റഹീം നേരത്തെ പറഞ്ഞത് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഉള്ള അവരുടെ ഒരു ത്വരയാണ്. അവർക്കെതിരെ വോട്ട് ചെയ്തവരോടും വോട്ട് ചെയ്യാത്തവരോടും എല്ലാം നന്ദി പറയുവാനായിട്ട്, ജനങ്ങളോട് നന്ദി പറയുവാൻ വടിവാളുമായി നടത്തിയ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് പോരാഞ്ഞിട്ട് വീട്ടിൽ കയറി വെട്ടിക്കൊണ്ട്, വടിവാളുമായി വെട്ടിക്കൊണ്ട് അങ്ങനെയും നന്ദി പറയുന്നുണ്ട്. CPMൻ്റെ നന്ദി പറച്ചിൽ എങ്ങനെയാണെന്നറിയാം. മണി വായ കൊണ്ട് പറഞ്ഞു, വടിവാൾ കൊണ്ട് പറയുന്നു. അത് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെയും ഇത്തരം നന്ദി പറത്തായിട്ട് കുറച്ച് നേരം മുമ്പ് ഞാൻ വാർത്ത കണ്ടു. പ്രിയപ്പെട്ട റഹീമെ, താങ്കൾ പറയുമ്പോൾ ജനങ്ങൾ കാണുന്ന നന്ദി പറച്ചിൽ ഇതാണ്. അതുകൊണ്ട് പ്രവർത്തനത്തിൽ കൂടി ഇത്തരം നന്ദി പറയൽ ഒഴിവാക്കണം. സ്ഥാനാർത്ഥികൾക്ക് നേരത്തെ അവിടെ കണ്ണൂർ നമുക്കറിയാം എങ്ങനെയാണ് നിങ്ങൾ നന്ദി പറഞ്ഞതെന്ന് നമുക്കറിയാം, ആ വാർത്തകൾ കണ്ടു. ഞാൻ ഈ ഗോപികൃഷ്ണൻ്റെ ഈ അഭിപ്രായത്തിലേക്ക് ഞാൻ കടക്കട്ടെ, ചോദ്യത്തിലേക്ക് കടക്കട്ടെ. പ്രിയപ്പെട്ട ഗോപികൃഷ്ണൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ BJP മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഒട്ടുമിക്ക ദൃശ്യമാധ്യമങ്ങളെയും ഏതാണ്ട് 99% രാഷ്ട്രീയ പാർട്ടികളെയും എതിർത്തുകൊണ്ട് നേടിയ നേട്ടമാണ്. അതുകൊണ്ട് ഇതൊരു ചെറിയ നേട്ടമായി ഞാൻ കാണുന്നില്ല. അത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നേടിയ വലിയ വിജയം, അത് ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ നേടിയ വിജയം മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിൽ അവിടുത്തെ കൗൺസിലർമാർ, പ്രവർത്തകർ നടത്തിയ നിരന്തരമായ പോരാട്ടം, തിരുവനന്തപുരത്തെ തലസ്ഥാനത്ത് നടത്തിയ വലിയ അഴിമതി, അവിടെ സംസ്ഥാന ഭരണകൂടം തന്നെ അത് മറച്ചു വയ്ക്കുവാനും അവിടെ നടത്തുന്ന വലിയ രീതിയിലുള്ള അഴിമതിക്കെതിരെ നിരന്തരമായ സമരം നടത്തി VV രാജേഷ് അടക്കമുള്ള ആളുകൾ വലിയ സമരം നടത്തി നേടിയ ജനപിന്തുണയാണ് അത് തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചത്.
അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിപക്ഷമായിരുന്ന തൃപ്പൂണിത്തുറയിലും ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. അവിടെയും ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന അഴിമതിയുടെ കഥകളെല്ലാം ജനങ്ങൾ വിശ്വസിച്ചു. അത് പാലക്കാട് ഞങ്ങൾക്ക് ഒരുവിധം തിരഞ്ഞെടുപ്പിനെ നേരിടുകയും വിജയം കൈവരിക്കാൻ സാധിച്ചു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നിരന്തരമായി BJP പ്രതിപക്ഷത്തിരിക്കുകയും ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെയും വിജയമാണ് ഈ കേരളത്തിൽ എല്ലായിടത്തും കാണുന്നത്. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കണക്ക് കാണേണ്ടത്. UDFന് വലിയ വിജയം എന്നെല്ലാം മാധ്യമങ്ങളൊക്കെ പറയുമ്പോഴും അതിലെ ഒരു കണക്കുകൾ ദയവായി ഗോപികൃഷ്ണനെങ്കിലും മനസ്സിലാക്കണം. അത് കുറച്ചുകൂടി കണക്കുകൾ കൃത്യമായി പറയുന്ന ചാനലും ഒരു ആങ്കർ എന്ന നിലയിൽ നമുക്കറിയാം, ഒറ്റയ്ക്ക് വലിയ കക്ഷി എന്നതിൽ UDFന് 504 ഗ്രാമപഞ്ചായത്തിലാണ് ഉള്ളത്. LDFന് 341 64 ടൈയുമാണ്. BJPക്ക് 26. ഇത്തരത്തിലാണ് നമ്മൾ കണക്ക് ഞാൻ കണ്ടത്. ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ട് ഉണ്ടായിക്കാട്ടോ. അതുപോലെ തന്നെ അബ്സൊല്യൂട്ട് മെജോറിറ്റി എന്നുള്ള കണക്കിൽ പെടുന്നത് UDFന് 382, LDFന് 239, NDAക്ക് ഒറ്റയ്ക്ക് 6 ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ഗ്രാമപഞ്ചായത്തുകളിലെ എങ്കിലും ദ ബ്ലാക്ക് ഹോഴ്സ് അത് BJP തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ പറയാം. 504 ഗ്രാമപഞ്ചായത്തിൽ ഒറ്റക്കക്ഷിയാണ്, വലിയ കക്ഷിയാണ് UDF എങ്കിൽ അവർക്ക് അബ്സൊല്യൂട്ട് മെജോറിറ്റി ഉള്ളത് 382 മാത്രമാണ്. അതാണ്ട് 122 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ല, അല്ലെങ്കിൽ UDF ഒറ്റക്കക്ഷി ആയാൽ പോലും ഭൂരിപക്ഷമില്ല എന്ന് വരുന്നു. LDFന് 341 ഒറ്റയ്ക്ക് വലിയ കക്ഷിയാണെങ്കിൽ അവിടെ 239 സ്ഥലത്തെ ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റി ഉള്ളൂ. അപ്പോൾ 102 ഗ്രാമപഞ്ചായത്തിലും അവർക്ക് ഭൂരിപക്ഷമില്ല എന്ന് വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 122ഉം 102ഉം 224 ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് കൂടി സ്വാധീനമുള്ള ഒരു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഞങ്ങൾ കൂടി നിയന്ത്രിക്കും എന്ന ഒരു സ്ഥിതി കൂടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ കൊല്ലത്തൊക്കെ കണക്കെടുത്താൽ അത് മനസ്സിലാവും. കൊല്ലത്ത് BJPക്ക് എത്രയുണ്ട്, അബ്സൊല്യൂട്ട് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ 100ഓളം ഗ്രാമപഞ്ചായത്തിൽ BJPയാണ് മുഖ്യ പ്രതിപക്ഷം. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ തിരുവനന്തപുരത്ത് പറഞ്ഞത്, ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഒരു പടി കൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഞങ്ങൾ പ്രതിപക്ഷമായി വോട്ട് വിഹിതത്തിന്റെ കണക്ക് കിട്ടിയിട്ടുണ്ടോ ശ്രീ PR ശിവശങ്കർ? അതായത് നമ്മൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട 19.6% എന്നതിൽ നിന്നും വോട്ട് വിഹിതത്തിലെ വർധന സംബന്ധിച്ച് എന്തെങ്കിലും കണക്കുകൾ കിട്ടിയിട്ടുണ്ടോ? ഞാൻ വരാം. കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കണക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ വ്യത്യാസം ഞങ്ങൾ കണക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ പ്രതിപക്ഷമാണ്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ, അത് അസംബ്ലി തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സ്വാധീനം, ജനപിന്തുണ ഞങ്ങൾക്ക് ഈ പറയുന്ന 100 ഗ്രാമപഞ്ചായത്തിൽ, പ്രതിപക്ഷം എന്നത് അത്ര മോശമൊന്നുമല്ലല്ലോ, പ്രതിപക്ഷ സ്ഥാനാർത്ഥികളായി അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ അത് ഗ്രാമപഞ്ചായത്തിൽ 100ഓളം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ 10 നഗരസഭകളിൽ ഞങ്ങൾ പ്രതിപക്ഷമായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 3000 സീറ്റുകളിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വളരെ ചെറിയ വോട്ടുകൾക്കാണ്. രണ്ടാം സ്ഥാനം കിട്ടിയത് 3000. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് BJP ഓൾ കേരളയിൽ ഒരുപക്ഷെ ഭരണം കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ഞങ്ങൾ നിർണായക സ്വാധീന ശക്തിയായിരിക്കുന്നു. ഒരു ശക്തമായ വേവ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ നിഷ്പ്രഭമായിട്ടില്ല, ഞങ്ങളുടെ നിരന്തരമായ പ്രവർത്തനം, ഞങ്ങളും ഇതേപോലെ 6 മാസമായി കൃത്യമായി വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തുകൊണ്ട് കൃത്യമായി ജനങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് നടത്തിയ വലിയ പ്രവർത്തനത്തിന് വലിയ പിന്തുണ കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനം. അതിൽ ഒരു കാര്യം കൂടെ പറയണം, ഏതായാലും ഇത്തവണ വോട്ടിംഗ് മെഷീന് നാണക്കേടുണ്ടായില്ല, അല്ലെങ്കിൽ ഇവർ വലിയ കുറ്റം പറഞ്ഞില്ല. ഇപ്പോൾ രാജുവും പറയുന്നത് അവരും പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് വോട്ട് കിട്ടിയെന്നാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിരുന്നെങ്കിൽ വോട്ട് കിട്ടിയാൽ, ഏതായാലും ഇവിടെ വോട്ട് ചോരിയോ അതല്ലെങ്കിൽ വലിയ EVM തട്ടിപ്പോ നടന്നതായിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നാളെ എങ്ങാനും പറയുമെന്ന് അറിയില്ല. ജയിച്ച കാരണം ഏതായാലും കോൺഗ്രസ് അക്കാര്യം പറയില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ വളരെയേറെ മെച്ചപ്പെട്ടു. ഭരണം കിട്ടിയില്ലെങ്കിലും പ്രതിപക്ഷത്തും വലിയ രീതിയിലുള്ള ജനപിന്തുണയും വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം. 2, ഞങ്ങൾക്ക് കഴിഞ്ഞ ഇവിടെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 15% വോട്ട് കിട്ടിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് 18 19 എത്തിയിട്ടുണ്ട് എന്നതാണ് ഞങ്ങളുടെ കണക്കാക്കൽ. ഒരു 3-4% ഞാൻ മനസ്സിലാക്കുന്നത് ശിവശങ്കർ 25% ആണ് നിങ്ങളൊരു ടാർഗറ്റായി അമിത്ഷാ നൽകിയതെന്നാണ്. കാരണം ഞാനൊരു അഭിമുഖം MT രമേശുമായി നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് 25% വോട്ട് വിഹിതം എന്ന ടാർഗറ്റിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു. അതെ, ഞങ്ങൾ ടാർഗറ്റ് വെച്ചത് 25% തന്നെയായിരുന്നു. ഞങ്ങൾക്ക് 15 നിന്ന് നമ്മളെപ്പോഴും, അത് കോളേജുകളിലായാലും സ്കൂളിൽ നമ്മളൊക്കെ പഠിക്കുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ട്രൈ ഫോർ ദ റാങ്ക്.
നമുക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടും. നമ്മൾ 25% പ്രവർത്തിച്ചു. പക്ഷേ പല നിയമസഭകളിലെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 25%, 30% പല അസംബ്ലികളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വളരെയേറെ കുറഞ്ഞ 10% എത്തിയ മണ്ഡലങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് ഓൾ കേരള ലെവലെത്തിയപ്പോൾ ഞങ്ങളുടെ ഈ പറഞ്ഞ 19% ഇപ്പോൾ നമുക്കറിയാം, ഞങ്ങൾ തീരെ ശക്തി കുറഞ്ഞ മലപ്പുറം, അതുപോലെ തന്നെ വയനാട്, ഇടുക്കി പോലുള്ള ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വളരെയേറെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന ഓൾ കേരളയിൽ 19% 18.19% പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന അടുത്ത നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് 30-35% വരെ വോട്ട് വിഹിതം എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല ഒരു മുന്നേറ്റമായി ഞങ്ങൾ കാണുന്നു. പക്ഷേ ചില ജില്ലകളിൽ ഞങ്ങൾക്ക് സാമാന്യത്തിലധികം കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ പഠനത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അടുത്ത കാര്യം, ഇവിടെ ഒരു സംശയവുമില്ല, ഇവിടെ ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം. എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന പാലക്കാട്, പട്ടാമ്പി, അതുപോലെ തന്നെ ഒറ്റപ്പാലം, പല സ്ഥലങ്ങളിലും UDFിൻ്റെ പ്രവർത്തകരായി മുന്നിൽ നിന്ന് കൊടി പിടിച്ച് പ്രവർത്തിച്ചിരുന്നത് SDP പ്രവർത്തകരാണ്. എനിക്ക് 100 കണക്കിന് ഫോട്ടോകൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ UDFിൻ്റെ പ്രവർത്തകരായി ഒരു ചില മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക ഏരിയകളിൽ എന്നുള്ളതിന് നിഷ്തർക്കണം, ഒരു സംശയവുമില്ല. അതിന് പല തെളിവുകളുമുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ UDFിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്യുകയും ലീഗിനെ, ജമായത്തെ ഇസ്ലാമി, സമസ്ത തന്നെ പറഞ്ഞിട്ടുണ്ട് UDFിനെ, മുസ്ലിം ലീഗിനെ, ജമായത്തെ ഹൈജാക്ക് ചെയ്തെന്ന്. അത്തരത്തിലുള്ള വലിയ ഹൈജാക്കിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു 1-2% വോട്ടിംഗ് പെർസെൻറ്റേജ് മാറിയാലും 1000-1200 വോട്ടിങ്ങിൻ്റെ, അല്ലെങ്കിൽ ഒരു 20-25 വോട്ട് മാറിയാൽ 1000-1200 വോട്ടൊക്കെ വരുന്ന വാർഡുകളിൽ വരുന്ന വലിയ വ്യത്യാസം. അതുകൊണ്ടാണ് UDFിന് ഇത്തരത്തിലുള്ള ഒരു മെജോറിറ്റി, അബ്സൊല്യൂട്ട് മെജോറിറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന 504 ഗ്രാമപഞ്ചായത്തുകളിലുള്ള ഒരു ഒറ്റക്കക്ഷി എന്നുള്ള വളർച്ചയോ വന്നത്. അതുകൊണ്ട് ഇത്തരം പഠനങ്ങൾ കൂടി വരണം. അതുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ BJP ആണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കിയത്. 2-3 ജില്ലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയുന്ന 20-25% വോട്ടിംഗ് പെർസെൻറ്റേജും കൂടി വന്നു എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ല. ഞാൻ അതിലേക്ക് വരാം. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി ഇവിടെ നോക്കൂ. ശ്രീ VD സതീശൻ പറയുന്നത് വി ആർ ബിക്കം എ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് UDF ബിക്കം എ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം എന്നതിലുപരി ഇത് ഒരു BJPക്കെതിരെയുള്ള ആൻറ്റി നാഷണൽ ഓർഗനൈസേഷനെയും കൂടി കളക്റ്റീവാക്കി ഓർഗനൈസ് ചെയ്തുകൊണ്ട് ദിസ് ഇസ് ബിക്കം എ ആൻറ്റി നാഷണൽ പ്ലാറ്റ്ഫോം എന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇൻവൈറ്റ് ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ രാജു പി നായർ പറയും. വിവിധ സാമൂഹിക സംഘടനകൾ, വിവിധ വിഭാഗത്തിൽപ്പെട്ടവർ, വിവിധ ആശയധാരയിൽപ്പെട്ടവരെ ഒന്നിച്ചു കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോം എന്ന നിലയിലാണ് VD സതീശൻ അത് അവതരിപ്പിച്ചുള്ളത്. പിന്നെ താങ്കളുടെ ആരോപണോ ആക്ഷേപത്തിൻ്റെ ഒക്കെ മുന്നേ എനിക്ക് മനസ്സിലായി. അതിന് ശ്രീ രാജു പി നായർ മറുപടി പറയും. ഞാൻ ശ്രീ A റഹീമിലേക്ക് വരാം. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം ശ്രീ A റഹീം MP വരും. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ A റഹീം, സത്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ താങ്കളോട് ചോദിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ കണ്ണൂരിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾക്ക് സ്വാഭാവികമായും താങ്കൾക്ക് മറുപടി ഉണ്ടാകും, അത് പറയാം. അതോടൊപ്പം തന്നെ എവിടെയൊക്കെ BJPയുടെ മുന്നേറ്റം ഇതിന് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ പാപഭാരം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് UDFിനാണ്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പോലും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ വിശകലനവും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ധാരണയും ഒക്കെ BJP വിജയിച്ച് കയറുമ്പോൾ അതിൽ തകരാൻ പോകുന്നത് UDF ആണ് എന്നതായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് സംഭവിച്ചത്? UDF നില മെച്ചപ്പെട്ടിട്ടുണ്ട്. അവിടെ BJP ചരിത്രത്തിൽ ആദ്യമായി അവിടെ കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നു. ആരുടെ വോട്ടുകളാണ് ശ്രീ A റഹീം പോയത്? കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി CPMന്റെ ഉറച്ച കോട്ടയായിരുന്ന കൊല്ലത്ത് അവിടെ 2 തവണ മേയറായിരുന്ന CPMന്റെ രാജേന്ദ്ര ബാബു BJP സ്ഥാനാർത്ഥിയോട് തോറ്റു. 2 തവണ മേയറായ CPയുടെ ഹണി ബെഞ്ചമിൻ അവിടെ പരാജയപ്പെട്ടു. CPയുടെ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്ന വിജയ ഫ്രാൻസിസ് തോറ്റത് BJP സ്ഥാനാർത്ഥിയോടാണ്. ഇനി കോഴിക്കോട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു കോർപ്പറേഷൻ, അവിടെയും UDFന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് BJPയുടെ വളർച്ച എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ ഇത്തവണ വോട്ടുകളൊക്കെ പോയിരിക്കുന്നത് ഇടത് മുന്നണിയിൽ നിന്നാണ് എന്ന വിലയിരുത്തലിലേക്ക് വരട്ടെ. അപ്പോൾ ഇക്കാലം അത്രയും നിങ്ങൾ അതിൻ്റെ പാപഭാരം UDFിൻ്റെ തലയിലാണ് കെട്ടിവെച്ചതെങ്കിൽ ഇനി അത് സ്വയം പേറേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിന് PM ശ്രീ അടക്കമുള്ള കാര്യങ്ങളിലെ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായത് താങ്കൾക്ക് ഓർമ്മിച്ചെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക ശ്രീ A റഹീം?
കാരണം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം തന്നെ വന്നിരിക്കുന്നത് വർഗീയ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും എന്നതാണ്. അവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ അയ്യപ്പ സംഗമം നടത്തിയതും ഈ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടുവന്നതും അപ്പോൾ ന്യൂനപക്ഷങ്ങളെ കൈവിടുകയും ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പാക്കാൻ കഴിയാതെ പോവുകയും ഒക്കെ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമാണെന്ന രാഷ്ട്രീയ വിശകലനെ താങ്കൾ തള്ളിക്കളയില്ലല്ലോ അല്ലേ? ഇല്ല, അങ്ങനെയല്ല, തള്ളിക്കളയേണ്ടി വരും. അതായത് ഒന്ന്, ഇപ്പോൾ കണ്ണൂരിലുണ്ടായ അക്രമത്തെ ഇവിടെ പരാമർശിച്ചു. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട അത്തരം സംഭവങ്ങളെയൊന്നും ഞങ്ങൾ പേറുന്നില്ല. അതൊക്കെ തെറ്റായ പ്രവണതകളാണ്. അതിൻ്റെ എന്താണ് ഉണ്ടായത്, അതിൻ്റെ മറ്റ് സംഭവങ്ങൾ എന്താണ്, മറുവശം എന്താണ്, ഇതെല്ലാം പരിശോധിക്കുകയാണ്. എന്തായാലും തന്നെയും അത്തരം കാര്യങ്ങളെ യാതൊരുവിധ ഉപാധികളുമില്ലാതെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളുടെ നയം. ഞങ്ങളത് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ശ്രീ ശിവശങ്കരൻ പറയുന്നത് ഇപ്പോൾ വിഷ്വലിൽ കണ്ടൊരു കാര്യമാണല്ലോ. അല്ലാതെ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൻ്റെ പ്രാദേശികമായി പല സന്ദർഭങ്ങളും നടന്നിട്ടുണ്ടാകുമല്ലോ. ആ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നില്ല, വിഷ്വലിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഉണ്ടായിട്ടില്ല, അതിൽ ശുദ്ധാത്മാക്കളാണ് BJP എന്നൊന്നും കരുതിയേക്കരുത്. അതൊക്കെ തെറ്റാണ്. ജനങ്ങൾക്കറിയാം CPM ആരാണെന്ന്, ജനങ്ങൾക്കറിയാം BJPയും RSSമാരാണെന്ന്. ഞാൻ അത്ര മാത്രമേ ശ്രീ ശിവശങ്കറിനോട് മറുപടി പറയുന്നുള്ളൂ. ഇനി ഒരു രാഷ്ട്രീയ സംഘർഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ അതല്ലല്ലോ, RSS കൂടുതൽ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്നത് വർഗീയമായ ചേരിതിരിവും അക്രമങ്ങളും ആയുധമേന്തിയ വർഗീയ കലാപങ്ങളുമായിരിക്കും എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി അങ്ങയുടെ വിശകലനത്തിലേക്ക് വന്നു. ശ്രീ രാജു പി നായർ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് കൂടി ഞാൻ വരാം. ഇവിടെ നോക്കൂ, തിരഞ്ഞെടുപ്പിൻ്റെ പരാജയമുണ്ടായി, ഞങ്ങൾക്ക് ചിലയിടത്ത് വിജയമുണ്ടായിട്ടുണ്ട്. BJPയുടെ കയ്യിലിരുന്ന പന്തളം നഗരസഭ ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായി. BJPക്ക് പരാജയമാണ് അവിടെ ഉണ്ടായത്. ഇനി അടുത്ത് കോൺഗ്രസ് വർഷങ്ങളായി കയ്യിൽ വെച്ചിരുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾക്ക് തിരികെ പിടിക്കാനായി. ചിലത് ഞങ്ങൾക്കിപ്പോഴും ശക്തമായി നിലനിർത്താൻ കഴിഞ്ഞു. ഒരു പോറലുമില്ലാതെ ഞങ്ങളുടെ കോട്ടകൾ നിലനിർത്താൻ കഴിഞ്ഞ സ്ഥലങ്ങളുമുണ്ട്. ഇങ്ങനെ സമ്മിശ്രമാണ്. മൊത്തത്തിലെടുക്കുമ്പോൾ തീർച്ചയായും ഉണ്ടായത് ഞങ്ങൾക്ക് പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. ഇപ്പോഴുണ്ടായി എന്ന് ഞാൻ പറയുന്ന വിജയികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളും. ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്ന്, ശ്രീ VD സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം അല്പം മുമ്പ് ഇവിടെ നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്, ഞങ്ങൾ ഒരു വിശാലമായ ഒരു ഐക്യമായി, അതായത് പ്രത്യക്ഷത്തിൽ UDFിലുള്ളവരും അല്ലാത്തതുമായൊരു വലിയ വിശാലമായ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി UDF വളരുന്നത് ആരും കണ്ടില്ല എന്നാണ്. അതിനെ ശുദ്ധമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വിബ്ജിയോർ കൊലീഷനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ആരെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഇനി ശ്രീ രാജു പി നായർ ഇവിടെ പറഞ്ഞു, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ചൂണ്ടിക്കാണിച്ചു പറഞ്ഞ കാര്യം. ഞാൻ ശ്രീ രാജു പി നായരോട് വിനയപുരസ്സരം ചോദിക്കുന്നു, എന്തായിരുന്നു യാഥാർത്ഥ്യം? യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വിജയം കൊണ്ട് ഇല്ലാതാവുക? പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം നിങ്ങളെക്കാൾ മുൻപേ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് 24ൻ്റെ വിഷ്വലിൽ നമ്മൾ കണ്ടതല്ലേ? പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നില്ലേ? SDP ആയിരുന്നില്ലേ? യാഥാർത്ഥ്യമല്ലേ? ജമാഅത്തെ ഇസ്ലാമിയും SDPയും നിങ്ങൾക്ക് അനുകൂലമായി എടുത്ത സമീപനങ്ങൾ അത് അല്ല എന്നുണ്ടോ? പോട്ടെ, ഈ നിമിഷം ഞാനൊരു കാര്യം നിങ്ങളോട് അങ്ങോട്ട് പറയാം. വരുന്ന ദിവസങ്ങളിൽ 20-ാം തീയതി മുതലുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണസമിതികൾ അധികാരമേറ്റെടുക്കുകയാണ്. ഞാൻ വളരെ കൃത്യമായി ഈ നിമിഷം പറയുന്നു, കേരളത്തിൽ ഒരിടത്ത് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെയോ SDPയുടെയോ, അതായത് വെൽഫെയർ പാർട്ടിയുടെയോ SDPയുടെയോ പിന്തുണയോടുകൂടി ഒരിടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രാദേശിക ഭരണസമിതികളും അധികാരമേൽക്കില്ല. നിങ്ങൾക്കത് ഇപ്പോൾ പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്കത് ഇപ്പോൾ പറയാൻ കഴിയുമോ? കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി SDPയുമായി പരസ്യമായി സഖ്യത്തിലേർപ്പെട്ട് അവരുടെ നേരിട്ടോ അല്ലാതെയുള്ള പിന്തുണയിൽ ഭരിച്ച പഞ്ചായത്തുകളില്ലേ? ഉള്ളേ നിങ്ങൾക്ക്? അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾ ഇനി പറഞ്ഞാലും മതി. അപ്പോൾ ഇതൊരു പ്രശ്നമുണ്ട്. അപ്പം അതിനെയെല്ലാം തന്നെ രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കും. തിരുവനന്തപുരത്തെ BJPയുടെ വളർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? അതിലേക്ക് വരാം. അങ്ങ് ചോദിച്ച ചോദ്യം ഞാൻ ഓർമ്മിപ്പിച്ചത് നന്നായി. ഇപ്പോൾ തിരുവനന്തപുരത്തെ BJPയുടെ വളർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഞങ്ങളാണോ? ഞങ്ങളുടെ ചുമലിലാണോ നിങ്ങൾ കെട്ടിവെക്കുക? കോൺഗ്രസിന് എത്ര സീറ്റാണ് ഇവിടെ? നിങ്ങൾ അത് പറയൂ. കോൺഗ്രസ് അവിടെ ഒരു ഘട്ടത്തിൽ വളരെ പണ്ടൊരിക്കൽ ഭരിക്കുകയും പിന്നീട് മുഖ്യമായ പ്രതിപക്ഷവുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് ഇത്രയധികം ഏറ്റവും വലിയ പെർഫോമൻസ് ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും തമ്മിലാണ് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത്. ആ കഴിഞ്ഞ തവണയിൽ നിന്ന് ഇപ്പോൾ അവർക്ക് നല്ല നിലയിൽ സീറ്റ് സമയം തരാം. അല്പം തമാശയായി തന്നെ പറയുന്ന, അവിടുത്തെ LDFന്റെ കട പൂട്ടിച്ചത് യുവ മേയറാണ്
ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ കണ്ടത്, കോർപ്പറേഷനിൽ കണ്ടതെന്നാണ്. മാത്രമല്ല അവിടെ ബി ജെ പിക്ക് അവിടെ ഒരു വേരുറപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്ത് നിന്ന് പോയ വോട്ടുകളാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് അവർ നില മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി പ്രചാരണം നടത്തിയ ഇടമാണ്. സംസ്ഥാന തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഒരു വഴിത്തിരിവായി മാറി എന്ന് പ്രധാനമന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച BJP-യുടെ മുന്നേറ്റമാണ്. ഞാൻ അങ്ങ് നിർത്തിയോ? പറഞ്ഞു നിർത്തിയല്ലോ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം മാത്രമല്ലല്ലോ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതിൽ വേറെ അത്ഭുതമൊന്നുമില്ല. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് തങ്ങളുടെ പ്രവർത്തകരെ അഭിനന്ദിക്കാം. എന്താ ശ്രീ ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? എന്തേ അത് മറന്നു പോകുന്നു? അങ്ങ് ഇടയ്ക്ക് ഇടപെടില്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ആരെയാണ് ബ്ലെയിം ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളെ ബ്ലെയിം ചെയ്യുകയാണോ? ഞാൻ രണ്ട് തരത്തിൽ പറയാം. തിരുവനന്തപുരത്തെ നഗരസഭ പ്രതിനിധാനം ചെയ്യുന്ന കോർപ്പറേഷനിലെ MP ആയ ശ്രീ ശശി തരൂർ നഗരസഭ അധികാരത്തിലേക്ക് BJP-ക്ക് ഉണ്ടായ വിജയത്തിൽ അഭിമാനപുളകിതനാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആരോടൊപ്പമായിരുന്നു? കോൺഗ്രസിൻ്റെ ഇപ്പോഴും വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ശ്രീ ശശി തരൂരിൻ്റെ നിലപാട്. അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും സഹായം ആർക്കാണ് ലഭിച്ചത്? ഞാനത് പ്രത്യേകം പറയണോ? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് വ്യക്തമല്ലേ? ഇനി അത് പോട്ടെ. അങ്ങ് നേരത്തെ പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾക്കുണ്ടായ സെറ്റ് ബാക്കിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ കാണുന്നു. ഞാനത് തിരിച്ച് അതുകൊണ്ട് മറുപടി തങ്ങളുടെ ചോദ്യത്തിനോടാണ് ഞാൻ പ്രതികരിക്കുന്നത് കേട്ടോ. ഞാനത് ഡിഫൻസ് എടുത്തുകൊണ്ട് പറയുകയാണ്. ഇവിടെ കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ഫേസ് ഓഫ് ചെയ്ത മുഖാമുഖം മത്സരിച്ച കുറേ വാർഡുകളുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ആ കോർപ്പറേഷനിൽ BJP-ക്ക് തെല്ലും വിജയസാധ്യതയുണ്ടായിരുന്നില്ല. അവിടങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പരാജയവും എന്നാൽ UDF വിജയിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് BJP അവിടെ എങ്ങനെയാണ് BJP-യുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്? BJP ഒരിക്കലും വിജയിക്കില്ല എന്നുറപ്പുള്ള UDF-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നേർക്കുനേർ ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ UDF-ന് വിജയമുണ്ടാവുകയും ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തു. ആ പരാജയമുണ്ടായ സ്ഥലങ്ങളിൽ BJP-യുടെ വോട്ട് എവിടേക്കാണ് പോയത് എന്നുകൂടി പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പല വാർഡുകളും എടുത്താൽ UDF-ഉം ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയെടുത്ത് നിസ്സാരമായ വോട്ടിന് പരാജയപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നോക്കിയാൽ അറിയാം. അതുകൂടി വന്നിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുവനന്തപുരത്ത് മാറാൻ കഴിഞ്ഞനെ. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി തിരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ BJP-യുടെ വളർച്ചയെ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ നിങ്ങൾ ബ്ലെയിം ചെയ്യുക? തിരുവനന്തപുരം നഗരസഭ തന്നെ എടുക്കാം. അവിടെ UDF-ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് 10 ആണ്. അവരുടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആകെ 9 സീറ്റുകളാണ്. ഇത്തവണ 19 അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. 19-20 എൻ്റെ സബ്ജക്റ്റ് ടു കറക്ഷൻ. ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത് UDF-ഉം മാത്രമുണ്ടായിരുന്ന സ്ഥലമല്ലേ, UDF-ഉം ഞങ്ങളും നേർക്കുന്നൊരു സ്ഥലമല്ലേ. അവിടെ UDF-ൻ്റെ ഇറോഷൻ പണ്ട് മുതലേ സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ അതിനെ എന്തുകൊണ്ട് കാണുന്നില്ല? എന്നിട്ടിപ്പോൾ കഴിഞ്ഞ തവണ വെറും 9 തീർന്നതിൽ നിന്ന് പിന്നെ ഒരു വർധനവ് അവർക്കുണ്ടായി. തീർച്ചയായിട്ടും ഉണ്ടായി. അത് അവർക്ക് രാഷ്ട്രീയമായി അഭിമാനിക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടുമാണ്. ഞാനതിനെ തള്ളി പറയുന്നില്ല, നിരാകരിക്കുന്നുമില്ല. പക്ഷേ BJP തിരുവനന്തപുരം നഗരസഭയിൽ വർഷങ്ങളായി അവർ എഫർട്ട് എടുക്കുകയും അവർ പടിയെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അവർ വളരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ആ വളർച്ചയുടെ ആഘാതമേറ്റതും അതിൻ്റെ തളർച്ചയുണ്ടായതും ആരുടെയെങ്കിലും ചിലവിൽ BJP-ക്ക് ഒരു ഘട്ടത്തിൽ അവരുടെ സീറ്റും അവരുടെ വ്യാപ്തിയും തിരുവനന്തപുരത്ത് വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ ചെലവിലാണെന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. രാഷ്ട്രീയമായും അത് ശരിയല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് BJP നടത്തിയ മുന്നേറ്റത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിൽ CPM-ന് ഒരു ഉത്തരവാദിത്വവും ഇല്ല, അല്ലെങ്കിൽ CPM അതിൽ ആശങ്കയോടെ കാണേണ്ടതായി ഒന്നുമില്ല. കാരണം അത് UDF നോക്കിക്കോട്ടെ എന്നാണോ? അല്ലല്ലോ. അങ്ങനെ എന്തിനാ പറയുന്നത്? അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എത്താൻ കഴിയുക? അങ്ങനെ താങ്കൾക്ക് തോന്നിയ വളരെ എന്താ പറയുക ബാലിശമായൊരു നിഗമനം എൻ്റെ ചുമലിൽ ദയവായി ചാരുകയും ചെയ്യരുത്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ പരാജയം ഏറ്റവും അഗാധമായി വിലയിരുത്തേണ്ടതാണ്. അതിൽ CPM-ന് തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ CPM സന്നദ്ധമാണ്. അത് കൂടുതൽ മനസ്സിലാക്കി BJP, ഞാൻ പറഞ്ഞല്ലോ, BJP തിരുവനന്തപുരം നഗരസഭ മാറ്റിവെക്കൂ. കേരളത്തിലെവിടെയെങ്കിലും ഒരിടത്ത് BJP ഓരോട്ടിൻ്റെയെങ്കിലും രാഷ്ട്രീയ വളർച്ച എവിടെയെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ ആ ഓരോട്ടിൻ്റെ രാഷ്ട്രീയ വളർച്ച ഉണ്ടായെടുത്ത് പോലും വളരെ ഗൗരവമായി പഠിക്കുകയും അതിനെ എങ്ങനെയാണ് അവിടെ നമ്മൾ
ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതെന്ന് പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് ശരി. എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ. ശരി. ഞങ്ങളത് ചെയ്യുകയും ചെയ്യും. ശരി, അപ്പോൾ ശ്രീ പിന്നെ ഹരി. തിരുവനന്തപുരത്തിന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ? ശരി, ശ്രീ അങ്ങനെയില്ല. ശരി. ഞാൻ പറഞ്ഞത് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇടതുപക്ഷ പറഞ്ഞോളൂ. അവസരമുണ്ടോ എനിക്ക്? കംപ്ലീറ്റ് ചെയ്തു. നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പായപ്പോൾ കുറേ പൈസ കൊടുത്തു, കുറേ കാലമായി ആത്മാഭിമാനത്തോടെയല്ല മലയാളികൾ ജീവിച്ചത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം വസ്തുതാവിരുദ്ധമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി ഏതെങ്കിലും ജനവിഭാഗം ജീവിക്കുന്നുണ്ട് എങ്കിൽ അത് കേരളത്തിലല്ലേ? നിങ്ങൾ നോക്കുക, 5 ലക്ഷം പേർക്കാണ് ഞങ്ങൾ വീട് വെച്ച് കൊടുത്തത്. 5 ലക്ഷം പേർക്ക് വീട് കിട്ടിയവർ ആത്മാഭിമാനമില്ലാത്തവരായി മാറിയെന്നാണോ? അല്ല. ക്ഷേമ പെൻഷനാകട്ടെ, മറ്റ് ആനുകൂല്യങ്ങളാകട്ടെ, ഏറ്റവും മികച്ച സ്കൂൾ, വീടുകളിലേക്ക് ഇന്റർനെറ്റ് കണക്ഷൻ, ഇതെല്ലാം ലഭിച്ച എല്ലാ അർത്ഥത്തിലുമുള്ള പുരോഗതി, വികസനം, ഇതെല്ലാം സാധ്യമായപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യരാകെ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എന്താ അഭിമാനമില്ലാത്തവരായി പോയി എന്ന നിഗമനം തീർച്ചയായും ശരിയല്ല. തികച്ച അഭിമാന ബോധമുള്ളവരാക്കിയല്ല മലയാളികളെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏർപ്പെടുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഈ പെൻഷൻ അതല്ല. ശ്രീ രാജു പി നായർ, സമയപരിമിതി അറിയാമല്ലോ, താങ്കൾ ചുരുക്കി പറയണം എന്നതിൻ്റെ ഒരു അപേക്ഷ എനിക്കുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ UDF ഈ വലിയ വിജയം നേടി നിൽക്കുമ്പോഴും അത് വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടും രാജ്യവിരുദ്ധ ശക്തികളുടെ പിന്തുണയും ഒക്കെ കൊണ്ട് നേടിയെടുത്ത വിജയമാണ് എന്നൊരു വിലയിരുത്തൽ ശ്രീ PR ശിവശങ്കർ നടത്തി. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നത് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രത്തോളം ചർച്ചയായി എന്ന കാര്യം താങ്കൾ ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ. ഞാൻ വലിയ ബുദ്ധിമുട്ടാണ് കുറേ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്. എന്തായാലും PR ശിവശങ്കർ പറഞ്ഞ ഒറ്റ കാര്യത്തിന് ഞാൻ മറുപടി പറയാം. ഉത്തരവാദിത്തമുള്ള പ്രസ്താവനകൾക്ക് മറുപടി പറഞ്ഞാൽ പോലെ 12-11 വർഷമായിട്ട് ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്ത് ദേശവിരുദ്ധ കക്ഷികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പറഞ്ഞാൽ കഴിവുകേട് നിങ്ങളുടെയാണ്. അതിന് പറ്റാത്ത ആ പ്രധാനമന്ത്രി രാജിവെച്ച് പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, അതിനപ്പുറത്തേക്ക് ഉത്തരവാദിത്തമുള്ളൊരു പ്രസ്താവനയായിട്ട് എനിക്ക് കണ്ടിട്ടില്ല. പിന്നെ റഹീം ഇവിടെ പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ഇരട്ടത്താപ്പാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. നോക്കൂ, ഇപ്പോൾ ഇവിടെ അക്രമം നടന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അക്രമം ഞങ്ങളുടെ രീതിയല്ല, ഒന്നുമില്ല. ഏത് പാർട്ടിയാണ് പറയുന്നത്? ഈ പോലീസിന് ബോംബെറിഞ്ഞ് 20 വർഷം കോടതി ശിക്ഷിച്ചതിന് ശേഷം തടവിൽ കടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച പാർട്ടിയാണ് പറയുന്നത് അക്രമം ഞങ്ങളുടെ രീതിയല്ല. ഇതാണ് ഈ ഇരട്ടത്താപ്പ്. അതുപോലെ തന്നെ പാലക്കാട് SDPIയുടെ വിജയാഹ്ലാദത്തെക്കുറിച്ച് പറയുകയാണ്. SDPI BJP പരാജയപ്പെട്ട അവിടെ ആഹ്ലാദം നടത്തിയിട്ടുണ്ടാവും, ഞങ്ങളുടെ കൂടെയൊന്നും അല്ല നടത്തിയത്. അവർക്ക് നോവും. കാരണം ഇന്ത്യയിലൊരിടത്തും നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം പോലും നടത്താൻ സ്വയം പോയില്ലെന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരാളെ പോലും പറഞ്ഞു വിടാത്ത പിണറായി വിജയൻ്റെ അണികൾക്ക് അവിടെ RSS പരാജയപ്പെടുമ്പോൾ ആരെങ്കിലും വിജയാഹ്ലാദം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വലിയ വിഷമം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ പ്രശ്നം. ഞങ്ങളുടെ ഒപ്പമല്ല. പിന്നെ SDPIയുടെ ഒപ്പം ചേർന്ന് ഭരിക്കുമോ? വെമ്പായത്തും ഈരാറ്റുപേട്ടയിൽ SDPIയുടെ ഒപ്പം ചേർന്നിട്ടാണ് ചെയ്തത്, ഇല്ലേ? അവരാണ് ഈ ഇരട്ടത്താപ്പ് നിർത്തുകയും ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ വെൽഫെയർ പാർട്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ 30 വർഷം സ്വീകരിച്ചവരാണ്. 30 വർഷമായിട്ട് സ്വീകരിച്ച ഇല്ല ഞാൻ പറയുന്നത് അഞ്ച് വർഷം നോക്കൂ അത്തരത്തിൽ RSSനൊപ്പം മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടവരല്ലേ? മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ടവരല്ലേ പത്തനംതിട്ടയിൽ ഇവര്? അപ്പൊ ഈ കാപട്യമെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചോളം വ്യക്തമാണ്. ഇവിടെ നേരത്തെ ശിവശങ്കർ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളും മറ്റു പല സ്ഥലങ്ങളിലുമെല്ലാം ഈ ഫ്രാക്ചേർഡ് മാൻഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം ഭൂരിപക്ഷ വർഗീയത ഹിന്ദുത്വ രാഷ്ട്രമാക്കണമെന്ന് പറയുന്ന സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ പ്രോഡക്റ്റായ BJPയെയും ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും തീവ്ര സംഘടനകളുണ്ടെങ്കിൽ അവരെയും സഹകരിപ്പിക്കാതെ ആ ഭരണം ഈ ഇടതുപക്ഷത്തോട് സന്ധി ചെയ്തിട്ടാണെങ്കിലും അത് അവരെ ഒഴിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷനിങ്. അതിനിവർ തയ്യാറാവുമോ എന്നുള്ളത് നിൽക്കുന്നു. UDFന്റെ ഔദ്യോഗികമായ തീരുമാനമായിട്ടുണ്ടാവണം. അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഞങ്ങളുടെ നിലപാടാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടുന്ന വാദം വീണ്ടും ശിവശങ്കർ
ഞാൻ സമയമില്ലാത്ത കാരണം ചുരുക്കി പറയുന്നു. ഒന്ന്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു അതേപോലെ ഇത്തരത്തിലുള്ള വളരെ ശക്തമായ അടിത്തറ എന്നത്. രണ്ട്, ഇടതുപക്ഷം തോൽക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് വിറ്റു എന്നുള്ള ആരോപണം നിങ്ങൾ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് പറയുന്ന സംഘടനയിലെ അതുപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്തത് ശശി തരൂര് ആരോപണം പറയുമ്പോൾ CPM-ന്റെ വോട്ട് എങ്ങനെയാണ് BJP-ക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം ഈ പറയുന്ന രാജുവിന്റെയും റഹീമിന്റെയും വസ്തുനിഷ്ഠമല്ലാത്ത ആരോപണങ്ങളാണ് നിരന്തരമായി ഇപ്പൊ രാജുവൊക്കെ പണിയെടുക്കുന്ന തൃപ്പൂണിത്തുറയിൽ തന്നെ രാജുവൊക്കെ നിരന്തരം തർക്കം ഇനിയും തുടരും. ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു ജനവിധി ഉണ്ടായിരിക്കുന്നു. ആ ജനവിധിയെ നമ്മളെല്ലാം ഒരുപോലെ മാനിക്കുന്നു. അവിടെ ആഹ്ലാദത്തോടുകൂടി നിൽക്കേണ്ടവർ, ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കേണ്ടവർ ഉണ്ട്, ആത്മപരിശോധന നടത്തേണ്ടവരുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങളുടെ അകലം മാത്രമേ ഉള്ളൂ. ആരെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനം പിന്തുണയ്ക്കാൻ പോകുന്നത്? ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ജനം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? എന്തിലായിരിക്കും ജനവിധി എന്നൊക്കെ അറിയാനുള്ള സമയം കൂടിയാണ്. ഇനി രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെയും രാഷ്ട്രീയ നിലപാട് സ്വീകരണത്തിൻ്റെയും ഒക്കെ സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിലും മുന്നണികളിലും ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്താണ് എന്ന് പ്രകടമാകുന്നത് വരും ദിവസങ്ങളിലായിരിക്കും. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.